ഇരിക്കട്ടെ. ഇനി ശങ്കരാടി ശങ്കുണ്ണി വേനാനാ ചതുരംഗ ചക്രവർത്തി. മനസ്സ് കൂടി നിമ്മതിയില്ലേ? എൻ തലയിലെടുത്ത് ഇന്ദമാതിരി ഒരു പുരുഷനെ കല്യാണം കഴിച്ചത്. എപ്പോ നോക്കിയാലും ചതുരംഗം ചതുരംഗം ചതുരംഗം. അമ്മ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലേ? എങ്ങമാര് വരും നിനക്കില്ലേ? മോർണിംഗ് ടു ഈവനിങ് സദാസമയം പ്ലേയിങ് പ്ലേയിങ് പ്ലേയിങ്. ശർമ്മലയുടെ മാരേജ് ഉടനെ നടത്തണം. നമ്മുടെ ജനു അവൾക്ക് വേണ്ടി വെയിറ്റിംഗ് വെയിറ്റിംഗ് വെയിറ്റിംഗ്. അറിയുമോ? അങ്ങനെ വെയിറ്റിംഗിലായ പറ്റില്ല. സ്റ്റോപ്പ് ചെയ്യുന്നു ഇല്ലയോ? ഈ ദുർഗമ്മ പറയുന്നത് അനുസരിക്കുന്നതാണ് ബുദ്ധി. അവൻ എന്റെ ബ്രദറിന്റെ സണ്ണാണ്. അതെനിക്കറിയാം, 1000 പ്രാവശ്യം പറഞ്ഞതാണല്ലോ. അവൻ നമ്മുടെ കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ അല്ലേ? വാ. അതും ശരിയാ. നോ നോ നോ, ഈ മാരേജിനെ പറ്റി ഇപ്പൊ ഡിസൈഡ് ചെയ്യണം. ഈ കാലത്ത് അച്ഛനമ്മമാരുടെ ഇഷ്ടമായിരിക്കില്ല മക്കളുടെ ഇഷ്ടം. അതുകൊണ്ട് അവൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ അവൾ കണ്ടുപിടിക്കട്ടെ. നമുക്ക് പറ്റിയ ഒരു അബദ്ധം അവൾക്ക് പറ്റാതിരിക്കട്ടെ. നാശമായില്ല. അത് നിന്റെ അമ്മയോട് ചോദിക്കും. ഇതിലൊന്ന് സൈൻ ചെയ്യണം. ഇപ്പൊ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ശർമ്മളയാണ്. അവൾ അകത്തുണ്ട്. ഒരു ഉപ്പ് വേണമായിരുന്നു. എന്നാ ജനാർദ്ദന ഒരു ക്ഷീണം? വഴി എന്നെ ഇൻസൾട്ട് ചെയ്തമായി. ആര്? ശർമ്മളയോ? അത് നിന്റെ കുറ്റമാ. യു സി, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നമ്മ കമ്പനിയിൽ വേല വാങ്ങി തന്ന എന്തിനാണെന്ന് അറിയാമോ? യു നോ? അറിയാം, പക്ഷെ അവർക്കെന്നെ തീരെ ഇഷ്ടമല്ലല്ലോ. എന്റെ ഒരു ഒറ്റ നോട്ടത്തിൽ വീണുപോയ ആളാണ് എന്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മൾ ഇന്ന് സുഖമായി ജീവിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മായി തന്നെ പറ. നീ അമ്മാവനെ പോലെ യൂസ്ലെസ് ആവരുത്. വാ കിട്ടവാ. നമ്മളെ കായ നാളെ തരാം മമ്മദക്ക. എത്ര നാളെയായി? ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് നമ്മളെ കായ തന്നില്ലെങ്കിൽ ഭാര്യയിൽ അടിച്ച് നമ്മൾ നിരപ്പാക്കും. എനിക്കിതുവരെ പണിയൊന്നും ആയിട്ടില്ല. സാറിന് പഠിപ്പുണ്ടെന്ന് വെച്ചാൽ ആരും പണിയും പെഞ്ചിനെടുത്ത് കൊണ്ടുതരില്ല. പോയി അന്വേഷിക്ക്, അല്ലെ ചുമടെടുക്ക്. ഇതാരും പിയാപ്പിളെ പീ കിട്ടിയ ഒരു ചൂടുള്ള ചായ കുടിച്ചോളി. സാർ, തീപ്പെട്ടി ഉക്കാന്തിരിക്കാരാ? എന്തിനു ബുദ്ധിമുട്ടുന്നു? മലയാളത്തിൽ പറഞ്ഞാ പോരെ. ഒരു കുറ്റിയേ ഉള്ളൂ. ആ ആശയം പോയി. ഒന്നും ശരിയായില്ലല്ലേ? ഒന്നും കിട്ടിയില്ല മമ്മദിക്ക. ഇതാരാണപ്പ ഒരു പുതിയ ആള്? നാട്ടിന്ന് കുറ്റിയും പിരിച്ചു പോകുന്നതാവും.
സിനിമയിൽ അഭിനയിക്കാൻ. കുടിക്ക്. മനുഷ്യനെ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. ആ, ഇത് കിടപ്പറയല്ല, പൂന്തോട്ടാ. ആ ചായ ഇങ്ങോട്ട് കൊടുത്തേക്ക് മതിക്ക. ചൂടുണ്ട് പറയാ. ആ, നമ്മളെ കായടിക്ക്. എന്റെ ആകെ 20 പൈസയേ ഉള്ളൂ. 20 പൈസ കയ്യിൽ വെച്ചോണ്ടാണോ ഈ 2 ചായ വാങ്ങിയത്? ഞാൻ ഒരു ചായയല്ലേ കുടിച്ചുള്ളൂ. ഒന്ന് താൻ എന്റെ പുറത്ത് തട്ടിയിട്ടില്ലേ? സത്യമായിട്ടും എന്റെ പൈസ ഇല്ല. ആ, അതങ്ങ് പള്ളി പറഞ്ഞാ മതി. കായെടുക്ക്. കൈ സ്വർണ്ണമോതിരം ഉണ്ടല്ലോ, അതങ്ങ് ഊരിക്കൊടു. വേണ്ട സുഖു, മമ്മദിക്ക, ആ ചായയുടെ പൈസ ഞാൻ തന്നേക്കാം. മോതിരം നിൽക്കാൻ ഞാൻ ഒത്തിരി ശ്രമിച്ചതാ. കട്ടുകൊണ്ട് വന്നാണെന്നും പറഞ്ഞ് അവരെന്നെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. ഇതൊന്ന് വിറ്റ് തന്നാൽ വലിയ ഉപകാരമായി. എനിക്ക് നാട്ടിലേക്കും പോവാം. ഇതാ. ആ, എന്നാലും നിങ്ങൾ 3 ആളും വരി, നമ്മളിത് വിറ്റുതരാം. മോതിരം വിറ്റാല് ഒരു 300 ഉറുപ്പെങ്കിലും കിട്ടും. ആ, എന്നാലേ നിങ്ങൾ 3 ആളും വണ്ടി കയറാൻ ഒരുങ്ങിക്കോളി. ശരി. 3 പേരാക്കണ്ട, 2 പേര് മതി. ഞാൻ വണ്ടി കയറി തന്നെയാ വന്നത്. ഇപ്പൊ തിരിച്ചു കയറാൻ ഉദ്ദേശവും ഇല്ല. അപ്പോ എത്ര കാലം നിങ്ങൾ വന്നിട്ട്? 5-6 മാസമായി. നാലേ കോയാ, ഇക്കാലത്ത് ജോലി കിട്ടാൻ അത്ര എളുപ്പമൊന്നുമല്ല. 4-5 ജോലി നോക്കിയതാ. അല്ല, എന്നിട്ട് നോക്കും ഭൂമിയിൽ കാലുറച്ചില്ല. ആ, അതെന്റെ സ്വഭാവ ഗുണം. ആഹാ, അത് ശരി. അവന്മാര് പറയുന്ന എല്ലാ ജോലിയും ചെയ്യാനേ ഈ സുമാരനെ കിട്ടൂല. അതിന് വേറെ ആളെ നോക്കണം. അല്ല, നിങ്ങളെ നാടെവിടാ? കേരളത്തിലാ. ആ, അതെങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷ് കേട്ടപ്പോ ഞമ്മക്ക് മനസ്സിലായി. ഗുരുവായൂരിനടുത്ത. അല്ല, ഞമ്മളൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അത്യാവശ്യത്തിന് MA വരെ. MA-കാരനല്ലേ, അതാണ് നിങ്ങൾക്ക് ഇത്ര ചൂട്. ആ, പിന്നെ നിങ്ങൾ ഇവിടെ കുത്തിരിക്ക്, നമ്മളിപ്പോ വരാം. ശരി. ഇത്രയൊക്കെ പഠിച്ചിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടിയില്ലേ? എന്റെ പൊന്നാശാനെ, ഇവിടെ ജോലി കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഓഫീസിലും ജോലി ചെയ്യണം, ഓഫീസറുടെ വീട്ടിലും ജോലി ചെയ്യണം. ഇവിടെ ഒരു തരം നട്ടലില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റും. എനിക്കതുണ്ട്. അതാ എനിക്ക് പറ്റിയ കുഴപ്പം. ആട്ടെ, ആശാൻ ഇവിടെ എങ്ങനെ എത്തി? എനിക്കും ഒരു ജോലി കിട്ടിയതാ, പക്ഷെ ഇവിടെയല്ല, പെർഷ്യയില്. പേർഷ്യ എന്ന് പറഞ്ഞാലേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. അതെ അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. ഇവൻ അങ്ങ് കടന്നു കിട്ടിയാൽ ഈ പെൺകുട്ടികൾ രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്യുന്നത്. ഈ പറഞ്ഞ ജോലിക്ക് 6000 രൂപ ശമ്പളം കിട്ടും. എങ്കിൽ 4000 രൂപ ഞാൻ വീട്ടിലെത്തിക്കും. പക്ഷെ അവിടെ ചെലവ് കൂടുതലാണ്. വളരെ ചുരുക്കി ജീവിക്കണം, എന്നാലേ എല്ലാം നടക്കൂ. അത് ശരിയാണ് മോനെ. ഇവന്റെ പെങ്ങന്മാരുടെ നിലയിലെത്തിയാൽ ഇവൻ സ്വതന്ത്രനായി. എന്നാൽ ആ പണവും പാസ്പോർട്ടിങ് തരും. ഉള്ള കിടപ്പാടം വിറ്റിട്ടാണ് 20,000 രൂപ ഉണ്ടാക്കിയത്. വളരെ കഷ്ടപ്പെട്ട യവനെ BA വരെ പഠിപ്പിച്ചത്. അത് അവന്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. ഇന്ന് അവൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷിച്ചേ. ഒന്നും വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. NOC രാജൻ എന്ന് പറഞ്ഞ ഈ നാട് മുഴുവൻ അറിയും. ആ, പ്രേമം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഞാൻ തരുന്ന അഡ്രസ്സിൽ 8-ാം തീയതി മദ്രാസിൽ വരണം. കാരണം അന്ന് നിന്നെ ബോംബെക്ക് കൊണ്ടതാ. ഞാനും കൂടെ വരും. വളരെ സന്തോഷം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇത് എന്റെ കുടുംബമല്ലേ, ഇതൊക്കെ ഒരു ഉപകാരമാണ്. എന്നാ ഞാൻ വരട്ടെ. ശരി. ഇനി മദിരാശിലേക്ക് പോകാനുള്ള കാശ് കൂടെ ഉണ്ടാക്കണം. നമ്മുടെ പശുവിനെ വിറ്റാലോ? വേണ്ട, എന്റെ മാല വിൽക്കാം. പശു അവിടെ നിൽക്കട്ടെ. മോളെ, ആകെയുള്ള മുതല അതും കൂടി വിറ്റാൽ? സാരമില്ല, ചേട്ടൻ ദുബായിൽ പോയാൽ നമ്മുടെ എല്ലാ കഷ്ടവും തീരില്ലേ? എല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ദുബായി കിട്ടാത്ത സാധനം നല്ല കടുമാങ്ങാച്ചാർ. നിനക്ക് വെറുതെ തരുന്നതല്ല, നീ വരുമ്പോ എനിക്കൊരു നല്ല മണക്കുന്ന സ്പ്രേ കൊണ്ടുവരണം. ഈ കത്ത് എന്റെ ജ്യേഷ്ഠന് കൊടുക്കണം. ശരി, നിനക്കൊന്നും വേണ്ടേ? ആ, പുറപ്പെട്ടോളൂ. അമ്മയെ നല്ലവണ്ണം മനസ്സിൽ വിചാരിക്കണം. അവൾക്ക് ഇത് കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയത്. അങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി. ബാക്കി ഞാൻ പറയാം.
നീ ഇവിടെ വന്ന് അയാൾ തന്ന അഡ്രസ്സിൽ അന്വേഷിച്ചു. അങ്ങനെ ഒരു അഡ്രസ്സിൽ പാസ്പോർട്ടും ഇല്ല, 20,000 രൂപയും പോയി. അത് നമ്മുടെ നാട്ടിൽ സാധാരണ. ശരിയാണ്. നീ ഒരു കാര്യം ചെയ്യും, തിരിച്ച് നാട്ടിലേക്ക് പോകും. ആ പ്രശ്നമേ ഇല്ല. പ്രശ്നക്കാരൻ വന്നിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് കയറട്ടെ? താൻ ഇപ്പൊ നിൽക്കുന്നത് അകത്തോ പുറത്തോ? അത് ശരിയാ. നീട്ടിയാട്ടെ. എന്തോന്ന്? കൈ വേറെ ആളെ നോക്ക്, അതിന് സുഖനെ കിട്ടില്ല. സാറിന്റെ കൈ നോക്കി ഞാൻ 2 ലക്ഷണം പറയാം. എല്ലാം അവലക്ഷണമായി കിടക്കുകയാണ് എന്റെ പൊന്നെ. ഞാൻ നല്ലതേ പറയൂ. മുഖം നോക്കി ലക്ഷണം പറയാം. ശിക്ഷ എന്തോ എന്നെ ഇൻട്രൊഡ്യൂസ് പള്ളിയാ പന്നാച്ചേ. ഞാൻ ഇവിടുത്തെ ഒരു അന്തേവാസി ആയിരുന്നു. എന്റെ കൈയൊന്ന് നോക്കാം. ആയിക്കളയാം. നാളെന്താ? മൂലം. മാസം കന്നി. കന്നിയിൽ മൂലം. മൂലങ്ങൾ 2 വിധം. ശല്യമായല്ലോ. രണ്ടും കൂടി പുറത്തേക്ക് പോയട്ടെ. ശരി, പോകാം. അല്ല, നിങ്ങൾ 3 ആൾ ഇവിടെ കുത്തിരിക്കുക? എടാ, നിനക്ക് ചോറ് വെക്കാൻ അറിയില്ലേ? ഇല്ല, എനിക്കറിയാം. വെപ്പ് പണിയായിരുന്നു നാട്ടില്. ഈ ഡ്രൈവർ ആണെന്നല്ലേ പറഞ്ഞത്? അതെ, ഡ്രൈവർ കം വെപ്പ്. എന്റെ മോതിരം ഈ എന്നെ കയ്യിൽ വെച്ചോ, അത് പിടിക്കോണ്ട. 3 ആൾ നാടും വീടും വിട്ട് പോന്നതല്ലേ? എന്തെങ്കിലും ഒരു പണിയാകുന്നവരെ ആഹാരം ഞമ്മള് തരാം. പിന്നെ നിങ്ങൾ 3 ആളും പോയി കുളിച്ചിട്ട് വരി. അപ്പോഴേക്ക് ഞമ്മൾ ചോറ് കാലാക്കട്ടെ. എണീക്കണോ? എല്ലാത്തിനും തർക്കത്തിനും പറഞ്ഞോ. അമ്മായി എന്തിനാ ഈ കാലത്ത് തന്നെ ഇങ്ങനെ വഴക്കൂടുന്നേ? എത്ര കാലം നീ സമ്പാദിച്ചുകൊണ്ടേന്ന് ഇങ്ങനെ ജീവിക്കും? അതാ ഞാൻ പറയുന്നത്. അവനും വേണ്ട ഒരു വീടും കുടുംബവും ഒക്കെ. ഒരു വീട്, ഒരു കുടുംബം. അതായത് എന്നാ ഇത് കയ്യിൽ വെച്ചോ. എല്ലാരും പോയി എന്തെങ്കിലും കഴിക്ക്. ഉച്ചയ്ക്ക് വേണ്ട ഞമ്മൾ ഇവിടെ ഉണ്ടാക്കി വെക്കാം. പിന്നെ ഒരു കാര്യം, ഏത് ജോലി ആദ്യം കിട്ടുന്നോ അത് സ്വീകരിക്കാം. അതാണ് ബുദ്ധി. കഷ്ടപ്പെടുന്നവർക്ക് ജീവിതത്തിൽ വരാൻ കഴിയും. നമ്മൾ പറയേണ്ടത് മനസ്സിലാകണ്ട. ശരി. എന്നാ പോയിക്കോളി. പിന്നെ ഇത് പട്ടണാളെ കായ് പോയി പോണ്ട. സോറി സാർ. അല്ലടാ പോറി, നിന്റെ അവസാനത്തെ പോക്കാനുണ്ടാവും. സുഖു, എന്റെ കാശാവ് മോഷ്ടിച്ചു. നിക്കണ അവിടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം. അങ്ങനെ നീ പോണ്ട. ആ രൂപ ഇങ്ങെടുക്ക. ഏത് രൂപ? അവൻ പോക്കറ്റ് അടിച്ചതാ. അയ്യോ, പോക്കറ്റ് അടിച്ചോടാ റാസ്കൽ. വേണ്ട സു, അവൻ അടിക്കണ്ട. സാർ, ജീവിക്കാൻ വഴിയില്ലാതെ ചെയ്താണ് സാർ. എന്നെ അടിക്കരുത് സാർ. ഞങ്ങളും ജോലിയിലാണ് കഷ്ടപ്പെടുന്നവരാ. ഞങ്ങൾ ആരുടെ പോക്കറ്റ് അടിക്കാൻ പോകുന്നില്ലല്ലോ. മേലെ ഞാൻ ഈ പണി ചെയ്യില്ല സാർ. അവൻ പൊയ്ക്കോട്ടെ സു. നിന്റെ സൈക്കിൾ. ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അലവലാദികൾ.